ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായ സർവശക്തിയുള്ള നമ്മുടെ ദൈവത്തിന്റെ നാമം ഇന്ന് രാത്രി വാഴ്ത്തപ്പെടട്ടെ. തന്റെ രക്തത്താൽ നമ്മുടെ പാപങ്ങളെ പോക്കിയ നമ്മെ പിതാവായ ദൈവത്തിന് വേണ്ടിയിട്ട് പുരോഹിതന്മാരായി വിലയ്ക്ക് വാങ്ങിയ രാജാക്കന്മാരായി നിയമിച്ച നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനങ്ങളെ എല്ലാവർക്കും അറിയിക്കുന്നു. കർത്താവിന്റെ സന്നിധിയോട് ചേർന്ന് വരുവാൻ കർത്താവ് നമുക്കിന്നും അവസരവും കൃപയും നൽകിയല്ലോ. ദൈവത്തിന്റെ കരുണകൾക്കായി സ്തോത്രം. വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായമാണല്ലോ നമ്മുടെ ഈ ദിവസങ്ങളിലെ ചിന്താവിഷയം. അവിടെ നിന്നും എ സ്കാർലറ്റ് ബീസ്റ്റ് ആൻഡ് എ സ്കാർലറ്റ് വുമൺ, രക്താംബരം ധരിച്ച സ്ത്രീയും അതുപോലെ തന്നെ ചുവന്ന അല്ലെങ്കിൽ രക്താംബരധാരി എന്ന് തന്നെ നമുക്ക് വിളിക്കാം ആയ മൃഗവും, ഇതാണ് അവിടുത്തെ പരാമർശം. അത് നമുക്കറിയാമല്ലോ. അതേക്കുറിച്ച് നമ്മൾ ചരിത്രത്തിന്റെയും വേദപുസ്തകത്തിന്റെയും ഒക്കെ സഹായത്തോടെ ഈ സ്ത്രീ ആരാണ് എന്ന് പഠിച്ചു വരികയായിരുന്നു. ഒടുവിൽ നാം എത്തി നിൽക്കുന്നത് വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായം ആവർത്തിച്ച് നമുക്ക് തരുന്ന സൂചനകളിലാണ്. നാം അവിടെ കാണുന്നു 7 മലകളിന്മേൽ പണിയപ്പെട്ടിരിക്കുന്ന ഒരു നഗരമാണത്. മറ്റൊന്ന് ഒരു മാർമിക മതമാണ്, മിസ്റ്ററി റിലീജിയൻ ആണ്. 3 നാം കണ്ടു ഒരു സ്ത്രീയും ഒരു കുഞ്ഞും അടങ്ങുന്ന മതത്തിന്റെ വക്താക്കളാണ്. ഇങ്ങനെ 3 കാര്യങ്ങൾ നാം കാണുകയുണ്ടായി. ശബ്ദം കേൾക്കാമല്ലോ, കുഴപ്പമില്ലല്ലോ. ഇത് 3 നമ്മെ കൊണ്ടെത്തിക്കുന്നത് റോം എന്ന പട്ടണത്തെയും അല്ലെങ്കിൽ റോമൻ സാമ്രാജ്യത്തിലേക്കും റോമ മതത്തിലേക്കുമാണ്. ഈ 3 കാര്യങ്ങളും 7 മലകളിന്മേൽ പണിയപ്പെട്ടിരിക്കുന്ന പട്ടണം റോമാ നഗരമാണ്. ഒരു ലോകജാതികളിന്മേൽ ലോകരാഷ്ട്രങ്ങളിന്മേൽ സ്വാധീനമുള്ള ഒരു മതം. മറ്റു മതങ്ങളിൽ പോലും സ്വാധീനം ചെലുത്തുവാൻ കഴിയുന്നതായി പ്രാചീന കാലം മുതൽ, ഏൻഷ്യൻ ടൈംസ്, പ്രാചീന കാലം മുതൽ അങ്ങനെ സ്വാധീനം ചെലുത്തി വന്നു മതം റോമാ മതമാണ്. ആ റോമാ മതം AD 306 അല്ലെങ്കിൽ 313 313 306 തൊട്ടെന്ന് നമുക്ക് പറയാം ക്രൈസ്തവവൽക്കരിക്കപ്പെട്ടു. അവിടെയും വരുന്നത് റോമാ മതം, റോമൻ കാത്തോലിസിസം. പിന്നെയും നാം കാണുന്നത് അതിന്റെ ഭാഗമായി മിസ്റ്ററി റിലീജിയൻ, മാർമികമായ പല കാര്യങ്ങൾ. ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചേർത്താലും ഉത്തരം ഒന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഇത്രയും കാര്യങ്ങളായിരുന്നു നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചത്. ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും കൂടുതൽ വിശദീകരണങ്ങൾ വേണമോ? ചോദിച്ചാട്ടെ, എന്തെങ്കിലും മനസ്സിലാകാതെ ഉണ്ടെങ്കിൽ. പാസ്റ്റർ, നമ്മൾ ഈ ആക്ച്വലി നമ്മൾ ക്രിസ്മസ് എന്ന് പറയുന്നത് ഡിസംബർ 24 എന്ന് പറഞ്ഞാൽ നമുക്ക് തെളിവ് വല്ലതും ഉണ്ടോ? അതോ മറ്റേ പുത്രനുമായിട്ടുള്ള ബന്ധമാണോ ഇതിനുള്ളത്? അതെ, അത്രേ ഉള്ളൂ. തെളിവുകൾ ഒന്നുമേ ഇല്ല.
ഈ സൺ ഗോഡ്, ഈ ഡിസംബർ 25 എന്നുള്ളത് സൂര്യദേവന്റെ ജന്മദിനമായി റോമാ മതക്കാർ ആഘോഷിച്ചിരുന്ന ദിവസമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചതുപോലെ കുസ്തന്തീനോസ് ക്രിസ്ത്യാനിയായി മതപരിവർത്തനം ചെയ്തപ്പോൾ തന്നോടുകൂടെ റോമൻ മതത്തിന്റെ മഹാപുരോഹിതന്മാർ, ഹൈപ്രീസ്റ്റുകളായിരുന്ന പൊന്തിഫസ് മാക്സിമസ് മതപരിവർത്തനം ചെയ്ത് അകത്തേക്ക് വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പലതിനെയും പേര് മാറ്റി ഇവിടേക്ക് എത്തിച്ചു. അതിലൊന്നായിരുന്നു സൂര്യദേവന്റെ സൺ ഗോഡ്, സൂര്യദേവന്റെ ജന്മദിനമായി ആഘോഷിച്ചിരുന്ന ഡിസംബർ 25. അതിനെ ക്രൈസ്തവവൽക്കരിച്ചത് യേശുക്രിസ്തുവിനെ ബൈബിൾ വിളിക്കുന്നു നീതി സൂര്യൻ, സൺ ഓഫ് റൈച്ചസ്നെസ്. അപ്പോൾ യേശുക്രിസ്തുവിനെ നീതി സൂര്യൻ എന്ന് വിളിക്കുന്നത് കൊണ്ട് അവര് മുൻപ് ആചരിച്ചിരുന്ന ആ കാര്യങ്ങളുമായിട്ട് ഒത്തിരി കോർത്തിണക്കാൻ എളുപ്പമായി. അങ്ങനെ അതിങ്ങോട്ട് സ്വീകരിച്ചു എന്ന് മാത്രം. അതല്ലാതെ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ യാതൊരു വിധമായ തെളിവുകളും അതിനില്ല. ചരിത്രപരമായും ഡിസംബർ 24 എന്നൊരു തീയതിയിലേക്ക് എത്താൻ തെളിവുകൾ ഇല്ലെന്നാണ് ചരിത്രകാരന്മാർ ഇതുവരെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ചില ക്രൈസ്തവ സഭകൾ, ചില രാജ്യങ്ങളിലെ ക്രൈസ്തവ സഭകൾ ഡിസംബർ 25 ക്രിസ്മസ് ആയിട്ട് ആഘോഷിക്കുന്നില്ല. അപ്പം ക്രൈസ്തവർക്കിടയിൽ പോലും ആ തീയതിയെ സംബന്ധിച്ച് ഐക്യരൂപ്യമില്ല. അതുകൊണ്ട് അതിന് ചരിത്രപരമായ യാതൊരു തെളിവുകളും ഇല്ലാത്തതാണ്. കൂടാതെ അവിടുത്തെ ശൈത്യ സമയത്ത് ആട്ടിടയന്മാർക്ക് വെളിയിൽ പാർക്കുവാൻ കഴിയാത്ത അവസ്ഥയുമാണ്. അത്രയ്ക്ക് ശൈത്യമുള്ള സ്ഥലമാണ്. എന്നാൽ ആട്ടിടയന്മാർ വെളിംപ്രദേശത്ത് ആടുകളെ കാത്തുകൊണ്ടിരുന്നു എന്നതും ഈ സമയം ആയിരിക്കില്ല എന്നതിന് തെളിവുകളായിട്ട് ശാസ്ത്രീയമായ ചൂണ്ടിക്കാട്ടലുകളും ഉണ്ട്. അതുകൊണ്ട് ഈ ഡിസംബർ 25 എന്നൊരു തീയതിയുമായിട്ട് ചരിത്രത്തിന് പോലും ബന്ധമില്ലെന്നാണ് അംഗീകരിക്കപ്പെട്ടിട്ടുള്ള വസ്തുത. ഈജിപ്തിൽ ജനുവരി 7 ആണ്. പല രാജ്യങ്ങളിൽ ഉണ്ട്. ജനുവരി 4 ജനുവരി 7 ഒക്കെ ആചരിക്കുന്ന ക്രൈസ്തവ സഭാ വിഭാഗങ്ങളുണ്ട്. ഇന്നലെയാണ് എനിക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു കാര്യം ഇന്ത്യയിലും മലയാളികൾക്കിടയിലും നടപ്പുള്ളതാണെന്ന് മനസ്സിലായത്. ഈസ്റ്ററുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞിരുന്നല്ലോ, ഈ സെമിറാമീസിന്റെ ഈ കുട്ടി തമ്മൂസ് എന്ന് വിളിക്കപ്പെടുന്ന പല പേരുകളുണ്ട്. ഏറ്റവും കൂടുതൽ പേർ അറിയുന്നത് തമ്മൂസ് എന്ന പേരാണ്. അതുകൊണ്ട് ആ പേര് തന്നെ ഉപയോഗിക്കുന്നു. അപ്പം ഈ തമ്മൂസിന്റെ മരണവും 40 ദിവസം കഴിഞ്ഞിട്ടുള്ള ഉയർത്തെഴുന്നേൽപ്പും ഒക്കെ ആഘോഷിക്കുന്ന ആ ഈസ്റ്റാർ എന്ന ആഘോഷത്തിൽ നമ്മൾ മിനിയാന്ന് കണ്ടു, നിറമടിച്ച മുട്ടകള് കൈമാറുകയും കഴിക്കുകയും ചെയ്യാറുണ്ടെന്ന്. ഡ്യൂറിങ് ദ festival of Easter, after the 40 days of fasting in remembrance of the death and resurrection of Tammuz, the temple girls, temple prostitutes, they used to exchange colorful eggs and also used to eat them. That practice is active even in some Kerala churches. Only yesterday I came to know. ഇന്നലെയാണ് എനിക്കതേപ്പറ്റി കേൾക്കുവാൻ കഴിഞ്ഞത്. നമ്മുടെ കൂട്ടത്തിൽ തന്നെയുള്ള സിസ്റ്ററാണ്, ഞങ്ങളുടെ ചർച്ചിലെ
ഒരു ഫാമിലി. ഇന്നലെ ഞങ്ങള് അവിടെ വിസിറ്റിങ്ങിന് പോയപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞു വന്ന വഴി ഇതിനെപ്പറ്റി പറഞ്ഞത്. അവരുടെ ഓർത്തഡോക്സ് പള്ളിയിലെ കാര്യം. ഓർത്തഡോക്സ് പള്ളിയിലെ ഇവിടെ ഉണ്ട് ഈസ്റ്റർ എഗ്സ്. ഈ മുട്ട കൈമാറുന്ന ഉണ്ട്. മുട്ട ഓ ഹൈഡ് ചെയ്യും, അത് കണ്ടുപിടിക്കണം. പല കളറിലുള്ള മുട്ടകൾ പെയിന്റ് ചെയ്ത്. അത് ശരി. ഇവിടെ വലിയൊരു സംഭവമാണ് ഈസ്റ്റർ എഗ്സ്. ഓക്കെ. എല്ലാ അമേരിക്കൻ ചർച്ച് ഇപ്പൊ എനിക്കോട് നമ്മുടെ ചർച്ചുകളൊക്കെ ഫോളോ ചെയ്യാൻ തുടങ്ങിയ സംശയമുണ്ട്. അമേരിക്കൻ അത് ശരി. ചർച്ചുകൾ ഞാൻ എല്ലായിടത്തും ഉണ്ട്. ചോദിക്കാൻ തുടങ്ങുമായിരുന്നു. ഹണ്ടിങ് ഈസ്റ്റർ എഗ്സ് എന്ന് പറഞ്ഞു. ഇവിടെ ഇപ്പൊ ഈ വർഷം ഡാലസില് ആദ്യമായിട്ടാന്ന് തോന്നുന്നു പെന്റക്കോസ്റ്റൽ ചർച്ചുകളൊക്കെ ഭയങ്കര കാരളിംഗ് ഒക്കെ ആയിരുന്നു. അത് ശരി. Yeah. അപ്പൊ എനിക്കിതേ കുറിച്ച് ഇന്നലെ സത്യത്തിൽ നമ്മുടെ ഇടയിലും അത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്ന് കേൾക്കാൻ കഴിഞ്ഞത്. നമ്മുടെ സിസ്റ്റർ ജിജിയാണ് അവിടെ ഇന്നലെ പറഞ്ഞത്. അവര് നേരത്തെ പോയിക്കൊണ്ടിരുന്ന ഓർത്തഡോക്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് സിസ്റ്റർ രക്ഷിക്കപ്പെട്ടത്. അപ്പം അവിടെ ഇങ്ങനെ ഉണ്ടായിരുന്നു അന്ന് മുട്ട അടിച്ചത് കൈമാറുകയും. അപ്പം ഈ പ്രാക്ടീസ് കണ്ടോ എവിടെ നിന്നും വന്നു എന്നുള്ളത് വളരെ വ്യക്തമല്ലേ? അപ്പം അതിന്റെ ഒരു വേര് ആ ബാബിലോണ്യ മതത്തിലേക്ക് നീണ്ടു കിടക്കുക. അതുകൊണ്ടാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ പഠിച്ചു വരുന്നത് ഇത് ഈ സെമറാമീസ് മതത്തിന്റെ, ഈ നിമ്രോദ് മതത്തിന്റെ, ഈ ബാബിലോണ്യ മതത്തിന്റെ ഒരു പിന്തുടർച്ചയാണ് പ്രത്യേകിച്ച് ഈ സ്ത്രീ എന്നുള്ളത്. അത് നമ്മൾ ചരിത്രത്തിന്റെ തെളിവുകളിൽ നിന്നാണ് ഇതുവരെ നോക്കിക്കൊണ്ടിരുന്നത്. നമ്മള് തുടക്കത്തിൽ കണ്ടു ഈ മതത്തെക്കുറിച്ച് 3 വീക്ഷണകോണുകളിൽ നിന്നുകൊണ്ട് നമുക്ക് പഠിക്കാമെന്ന്. From 3 angles we can learn about this harlotess woman, this prostitute, from the history, from the current status and in prophetical view. അതിൽ ചരിത്രത്തിന്റെ തെളിവുകളായിരുന്നു നാം ഇതുവരെ നോക്കിക്കൊണ്ടിരുന്നത്. ചരിത്രത്തിൽ നിന്ന് അതിൽ അല്പമായിട്ട് നമ്മൾ പ്രാവചനികമായും ഈ സഭയുടെ അല്ലെങ്കിൽ ഈ മതത്തിന്റെ അവസ്ഥയെക്കുറിച്ച് കണ്ടു. ഇതുവരെ നമ്മൾ പഠിച്ച ഭാഗങ്ങളിൽ സംശയങ്ങളില്ലെങ്കിൽ അതിന്റെ ഇന്നത്തെ അവസ്ഥ, വർത്തമാനകാല സ്ഥിതിയെക്കുറിച്ച് ബൈബിൾ എന്ത് പറയുന്നു എന്നുള്ളതും ഓടിച്ചൊന്ന് നോക്കിയേക്കാം. 2-3 റെഫറൻസുകൾ തൽക്കാലം മതിയാകും എന്ന് കരുതുന്നു. പൗലോസും പത്രോസും യോഹന്നാനും, ഈ 3 അപ്പോസ്തലന്മാരും ഈ സഭയുടെ വർത്തമാനകാല അവസ്ഥയെക്കുറിച്ച്, അല്ലെങ്കിൽ ഈ മതത്തിന്റെ, അല്ലെങ്കിൽ ഈ മഹാവേശ്യയുടെ വർത്തമാനകാല അവസ്ഥയെക്കുറിച്ച് പ്രസ്താവിക്കുന്നുണ്ട്. നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള ഭാഗങ്ങളായതുകൊണ്ട് വിശദീകരണത്തിന്റെ ആവശ്യമില്ല, സൂചനകൾ മാത്രം തന്ന് പോയാൽ മതിയാകും. അതിലൊന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്ന 2 തിമോത്തിയോസ് 3-ാമത്തെ അധ്യായം, അതിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളാണ്. 2 Timothy chapter 3 verses 1 through 5. അവിടെയാണ് അന്ത്യകാലത്ത് പുറത്തുള്ളവരെ കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്, അകത്തുള്ളവരെ കുറിച്ച്, സഭയെക്കുറിച്ചുള്ള പരാമർശം. നാം പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസ് എന്ന എഫെസോസിലെ യുവ പാസ്റ്റർക്ക്
വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധന്മാരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജിതേന്ദ്രിയന്മാരും ഉഗ്രന്മാരും സൽഗുണദ്വേഷികളും ദ്രോഹികളും ധാർഷ്ട്യക്കാരും നിഗളുകളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ത്യജിക്കുന്നവരും ആയിരിക്കും. അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക. അവരെന്ത് ചെയ്യും? വീടുകളിൽ നൂണ് കടക്കും. പാപങ്ങളെ ചുമന്നുകൊണ്ട് നാനാ മോഹങ്ങൾക്കും അധീനരായി എപ്പോഴും പഠിച്ചിട്ടും ഒരിക്കലും സത്യത്തിന്റെ പരിജ്ഞാനം പ്രാപിപ്പാൻ കഴിയാത്ത പെണ്ണുങ്ങളെ സ്വാധീനമാക്കുകയും ചെയ്യും. അപ്പോ അതിന്റെ 9-ാമത്തെ വാക്യം വരെ സഭയ്ക്കകത്തേക്ക് നൂണ് കടക്കുന്ന, സഭയിലേക്ക് നുഴഞ്ഞു വരുന്ന ഈ ദുരുപദേശകരെ കുറിച്ചുള്ള സൂചനയാണ്, മുന്നറിയിപ്പാണ്. സഭയ്ക്ക് പുറത്തുള്ളവരെ കുറിച്ചല്ല. ഇവർക്ക് ദൈവപ്രിയമില്ല. ഇവർ ഭോഗപ്രിയരാണ്. വികാരത്തിനധിഷ്ഠിതമായ ഭക്തിയുടെ വേഷം കാണിക്കുന്നവരാണ്. ഇവർക്ക് ദൈവത്തോടല്ല ഇഷ്ടം, ചില നേതാക്കന്മാരോടാ, ചില മനുഷ്യരോടാ. അവർക്ക് അവരുടെ മൂന്നും നാലും വാക്യങ്ങൾ അതൊന്ന് വായിച്ചോളൂ. അവർ പത്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾക്കുവാൻ തിരിയുകയും ചെയ്യുന്ന കാലം വരും. നീയോ സകലത്തിനും നിർമ്മതനായിരിക്കുക, കഷ്ടം സഹിക്കുക, സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക, നിന്റെ ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കുക. സ്തോത്രം. ഇതെല്ലാം ഇന്ന് നമ്മുടെ ഇടയിൽ കണ്ടുവരുന്നുണ്ടല്ലോ. സഭാവിഭാഗ വ്യത്യാസം കൂടാതെ, വിഭാഗീയതകൾ കൂടാതെ എല്ലായിടങ്ങളിലും ഇന്ന് ഇങ്ങനെയുള്ളവരുടെ പെരുപ്പം നമുക്ക് കാണാം. ദൈവവചനം കേൾക്കാനില്ല, അത് ജനത്തിന് കേൾക്കണ്ട. ദൈവത്തെക്കുറിച്ച് പറഞ്ഞാലോ നിത്യതയെക്കുറിച്ച് പറഞ്ഞാലോ നമ്മുടെ ദൈവത്തിന്റെ മഹത്വത്തെ പറ്റി പറഞ്ഞാലോ ഒന്നും ആൾക്കാർക്കൊരു സന്തോഷവും തോന്നാറില്ല. ജനങ്ങൾക്കിന്ന് വൈകാരികത ഉണർത്തുന്ന സന്ദേശങ്ങളും പാട്ടുകളും ഒക്കെയാണ് വേണ്ടത്. ഇമോഷണൽ സ്റ്റിമുലേഷൻ, അതാണ് ഇന്ന് ജനത്തിന് ആവശ്യം. അത് മതി. കർണരസമാകുമാറ്. ഇന്നത്തെ പ്രസംഗകരിൽ ക്രൗഡ് പുള്ളേഴ്സിനെ നിങ്ങൾ നോക്കിക്കോ. ഏതാണ്ട് ഒരു തരം കോമഡി ഷോ അല്ലേ ഇന്നത്തെ പല പ്രസംഗങ്ങളും? ആക്ഷൻ കൊണ്ടായാലും വാക്കുകൾ കൊണ്ടായാലും ഒക്കെ. മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് പ്രസംഗിക്കുന്ന പ്രസംഗകരുണ്ട്. അവർക്ക് നല്ല ആളുണ്ട് കേൾക്കാൻ. പിന്നെ ഇവിടെ നമ്മളിപ്പം വായിച്ചതുപോലെ കർണരസമാകുമാറ്, കേൾക്കാൻ രസമുള്ള,
ചിരി വരുന്ന, ഉറക്കം വരാത്ത, ബോറടിപ്പിക്കാത്ത, ചിരിപ്പിക്കുന്ന പ്രസംഗകർ, അവർക്കും ആള് ഇഷ്ടം പോലെയുണ്ട്. നല്ല പ്രസംഗമാണെന്ന് പറയും, നല്ല പ്രസംഗമാണെന്ന് പറയും. പിന്നുള്ള ഒരു പ്രസംഗം ക്രൗഡ് പുള്ളേഴ്സ് എന്ന് പറയുന്നത് അനുഗ്രഹത്തെക്കുറിച്ച് പ്രവചിക്കുന്ന, പ്രസംഗിക്കുന്ന പ്രസംഗകർക്കാണ്. വേദപുസ്തകത്തിന്റെ വ്യാഖ്യാനം ഒരു വിഷയമേ അല്ല. ഇപ്പോഴത്തെയൊക്കെ ഡിസ്ട്രിക്ട് ജനറൽ കൺവെൻഷനുകൾ തന്നെ നോക്കിക്കോളൂ. തിരുവചനപ്രകാരം നിലവാരം പുലർത്തുന്ന സന്ദേശങ്ങൾ എത്ര എണ്ണം ഉണ്ട്? കോടിക്കണക്കിന് രൂപ, ചിലപ്പോൾ ലക്ഷക്കണക്കിന്, കോടിയില്ലെന്ന് വെച്ചോ, ലക്ഷക്കണക്കിനെങ്കിലും രൂപ ചെലവഴിച്ച് നടത്തുന്ന ഈ കൂട്ടായ്മകളിൽ ഒരു വൈകാരികമായ സംഗതി ഉണ്ടാകുന്നതിനപ്പുറത്ത് എന്ത് സംഭവിക്കുന്നു? ജനത്തിന് എന്തു വേണം, എന്തു കൊടുക്കുന്നു? അപ്പം ഇന്നത്തെ ഈ വെളിപ്പാട് 17-ാം അധ്യായത്തിൽ പറയുന്ന സ്ത്രീ പ്രതിനിധാനം ചെയ്യുന്ന വ്യാജ മതത്തിന്റെ ഇന്നത്തെ പതിപ്പാണിതെല്ലാം. ഇവരെല്ലാവരും കൂടെ ചേർന്നായിരിക്കും അന്ന് ഈ മതത്തിന്റെ തൂണും ഭിത്തിയും കഥവും ഒക്കെ ആയിട്ട് നിൽക്കുന്നത്. ദിസ് harlot viewed currently. അപ്പം ഇപ്പോൾ ഈ വ്യാജമതത്തിന്റെ ചിത്രമാണ് പൗലോസ് ലീഹ ഇവിടങ്ങളിൽ നമ്മോട് പറഞ്ഞിരിക്കുന്നത്. നോക്കിക്കേ, പത്രോസ് എന്താ പറയുന്നതെന്ന്. 2 Peter chapter 3 2:1. 2 പത്രോസ് 2:1 മുതൽ. നമ്മൾ മറ്റൊരിക്കൽ ആ ഭാഗങ്ങൾ ചിന്തിച്ചതായിരുന്നു, വ്യാഖ്യാനിച്ചതായിരുന്നു. അതുകൊണ്ട് വ്യാഖ്യാനത്തിന് മുതിരുന്നില്ല. എന്നാൽ കള്ളപ്രവാചകന്മാരും ജനത്തിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപദേഷ്ടാക്കന്മാർ ഉണ്ടാകും. അവർ നാശകരമായ മതഭേദങ്ങളെ നുഴയിച്ച് തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞു തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തും. സ്തോത്രം. അവരുടെ മറ്റ് ലക്ഷണങ്ങളൊക്കെ താഴോട്ട് പത്രോസ് പറയുന്നുണ്ട്. ആ 2-ാം അധ്യായം മുഴുവനും ഏതാണ്ട് ഇതൊക്കെ തന്നെയാണ്. ഏതാണ്ട് ഇതുപോലെ തന്നെയുള്ള കാര്യങ്ങളാണ് യൂദായും തന്റെ ലേഖനത്തിൽ പറയുന്നത്. 2 പത്രോസും യൂദായും ട്വിൻ ലെറ്റേഴ്സ് എന്ന് വിളിക്കപ്പെടുന്നു. ഇരട്ട ലേഖനങ്ങളായിട്ട് നമുക്ക് കണക്കാക്കാം 2 പത്രോസിനെ, അതുപോലെ യൂദായുടെ ലേഖനത്തെ. ഇതിൽ രണ്ടിലും ഇക്കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ വ്യാജമതത്തിന്റെ വർത്തമാനകാല ചിത്രം നമുക്ക് കാണാം അവിടങ്ങളിൽ. യോഹന്നാനും പറയുന്നുണ്ട്. യോഹന്നാന്റെ 1-ാമത്തെ ലേഖനത്തിലും പറയുന്നുണ്ട്, വെളിപ്പാട് പുസ്തകത്തിലും പറയുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 1 മുതൽക്കുള്ള വാക്യങ്ങളിൽ സർദീസിനോടുള്ള ബന്ധത്തിലും 15 മുതൽക്കുള്ള വാക്യങ്ങളിൽ ലവോദിക്കയോടുള്ള ബന്ധത്തിലും ആ കാര്യങ്ങൾ പറയുന്നു. നമ്മൾ ആ ഭാഗങ്ങളും വിശദമായിട്ട് പഠിച്ചതാണല്ലോ. പ്രത്യേകിച്ച് ലവോദിക്യ സഭയോടുള്ള ബന്ധത്തിൽ വെളിപ്പാട് പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ പറയുന്നത്, ഞാൻ ധനവാൻ, ഞാൻ സമ്പന്നൻ, എനിക്കൊന്നിനും മുട്ടില്ല. ശരിയാ, സാമ്പത്തികമായ ഉയർച്ച, രാഷ്ട്രീയവും സാമൂഹികവുമായ സ്വാധീനം, ഇതെല്ലാം ഈ വ്യാജമതത്തിന്റെ ലക്ഷണങ്ങളിൽപ്പെട്ടതാണ്. വ്യാജമതത്തിന്റെ ലക്ഷണങ്ങളിൽപ്പെട്ടതാണ്. വെളിപ്പാട് 3-ാം അധ്യായത്തിന്റെ 15 തൊട്ട് 17 വരെ ഒന്ന് വായിച്ചാട്ടെ. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു.
നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു. ഇങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല ശീതോഷ്ണവാനാകിയാൽ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമുന്നുകളയും. ഞാൻ ധനവാൻ, സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യവാനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനുമെന്ന് അറിയാതിരിക്കുകയാൽ നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകത്തക്ക വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിൽ എഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. സ്തോത്രം. സഭ സഭയെക്കുറിച്ച് തന്നെ പറയുന്നു. 3 കാര്യങ്ങളാണ്. ഞാൻ ധനവാനാണ്, സമ്പന്നനാണ്, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് യാതൊരു ആവശ്യമില്ല, എല്ലാം സമൃദ്ധിയായിട്ടുണ്ട്. പക്ഷേ കർത്താവ് പറയുന്ന കാര്യം നമുക്കറിയാം. നീ അരിഷ്ടനാണ്, wretched, യാ pitiful, poor, blind and naked. യാ ഏതാണ്ട് 6-7 കൂട്ടം കാര്യങ്ങൾ പറയുന്നുണ്ട്. നിർഭാഗ്യവാൻ, അരിഷ്ടൻ, കുരുടൻ, ദരിദ്രൻ, നഗ്നൻ. നിന്റെ സ്ഥിതി നിനക്ക് അറിഞ്ഞുകൂടാ, നീ അറിയാതിരിക്കയാൽ. 20-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ക്രൈസ്റ്റ്ലെസ്നെസ്, ക്രിസ്തു ഇല്ലാത്ത സഭ, യേശു ഇല്ല. എന്നിട്ട് കർത്താവ് ബുദ്ധി ഉപദേശിക്കുന്നു. നിന്റെ ദാരിദ്ര്യം മാറാൻ നീ ധനവാനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്ന് എന്നോട് വിലയ്ക്ക് വാങ്ങുക. നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതിരിക്കേണ്ടതിന് വെള്ളവസ്ത്രം എന്നോട് വിലയ്ക്ക് വാങ്ങുക. നിന്റെ അന്ധത മാറാൻ കണ്ണിലെഴുതാൻ ലേപം എന്നോട് വിലയ്ക്ക് വാങ്ങുക. അപ്പോൾ ഈ സഭയുടെ ഇന്നത്തെ അവസ്ഥ, ഈ വ്യാജമതത്തിന്റെ സ്ഥിതിയാണിത്. പണ്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള ലിയോനാർഡ് റാവൻഹിൽ, അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഒരു ഉദ്ധരണിയുണ്ട്. The early church was married to poverty, prisons and persecutions. Today the church is married to prosperity, personality and popularity. ആദ്യ നൂറ്റാണ്ടിലെ സഭ ദാരിദ്ര്യം, ജയിലുകൾ, പീഡകൾ എന്നിവയോടായിരുന്നു വിവാഹം കഴിച്ചിരുന്നത്. എന്നാൽ ഇന്ന് ആഡംബരം, സമ്പൽ സമൃദ്ധി, വ്യക്തിത്വം, പ്രശസ്തി തുടങ്ങിയവയാണ് സഭ വിവാഹം ചെയ്തിരിക്കുന്നത്. ശരിയല്ലേ? സ്തോത്രം. ഇന്നത്തെ ഈ വ്യാജമതത്തിന്റെ സ്ഥിതിയാണിത്. പ്രസംഗകരും നേതാക്കന്മാരും പാട്ടുകാരും പ്രവാചകന്മാരും ശുശ്രൂഷകന്മാരും ഒക്കെ ജനത്തിന്റെ ആവശ്യകതയെയോ അവരുടെ അവസ്ഥകളെയോ അവരുടെ വികാരങ്ങളെയോ ഒക്കെ ചൂഷണം ചെയ്യുകയാണ്. എക്സ്പ്ലോയിറ്റിംഗ് ദ നീഡ്സ്, ഇമോഷൻസ് ആൻഡ് ദ സിറ്റുവേഷൻസ് ടുഡേ. The so-called prophets, preachers, worship leaders, ecclesiastical leaders, they exploit the situations of people, their emotions, their needs, their urgencies, their anxieties.
ഇന്ന് ജനത്തിന്റെ ആശങ്കകളെ മുതലെടുക്കുകയാണ്. സത്യത്തിൽ നിന്നും വളരെ ദൂരെ ദൂരെ യാത്ര ചെയ്യുന്നു. ഇതെല്ലാമാണ് ഈ വ്യാജമതത്തിന്റെ ഇന്നത്തെ പതിപ്പ്. നമ്മുടെ ഇടയിൽ അങ്ങനെയുള്ള ഒരു വല്ലായ്മ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. സത്യമല്ലേ? സ്തോത്രം. ഞങ്ങളുടെ കൊച്ചു സഭയിൽ കഴിഞ്ഞ ആഴ്ച ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് പറയുകയുണ്ടായി. ഭയം എന്ന വിഷയത്തെക്കുറിച്ചായിരുന്നു ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത്. പലതരം ഭയങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ പ്രവാചകന്മാരും പ്രസംഗകരും ക്രൂസേഡേഴ്സും ധ്യാന ഗുരുക്കന്മാരും ഒക്കെ നമ്മുടെ ഉള്ളിലുള്ള പലതരം ഭയങ്ങളെ ചൂഷണം ചെയ്യുന്നു. ഒരു കാലത്ത് അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ തലമുറകളെ കുറിച്ച് പറഞ്ഞാൽ ആൾക്കാർ ആത്മാവിലാകുമായിരുന്നതും കരയുന്നതും ഒക്കെ. ഇപ്പോ അത് ഇവിടെയുമായി കഴിഞ്ഞു. ഞാൻ ചർച്ചിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യം. അപ്പൊ ഇന്നത്തെ ഈ വ്യാജമതത്തിന്റെ ചിത്രമാണ് നാം ഇങ്ങനെ കാണുന്നത്. ഇന്ന് നാം കാണുന്ന ഇങ്ങനെയുള്ള സഭകൾ ഉൾപ്പെടെ ഉള്ളവ വെളിപ്പാട് 17-ാം അധ്യായത്തിൽ കാണുന്ന ഈ മഹാവേശ്യ എന്ന് വിളിക്കപ്പെടുന്ന വ്യാജമതത്തിന്റെ പങ്കാളികളായിരിക്കും. വ്യാജമതത്തിന്റെ പങ്കാളികളായിരിക്കും. പാസ്റ്റർ, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. Yeah. പെട്ടെന്നൊരു ചിന്ത വന്നു. സോറി. കഴിഞ്ഞ ദിവസം ഒരു കത്തോലിക്ക ആ, ഒരാളായിട്ട് ഇങ്ങനെ സഹോദരിയായിട്ട് ഇങ്ങനെ ഒരു വചനം പറയാൻ പറ്റി. അപ്പോൾ അവിടുത്തെ ഇപ്പോഴത്തെ ടീച്ചിങ് ആണ്. ഇപ്പം ഞാൻ ചോദിച്ചു, ഈ സ്വർഗത്തിൽ പോകും അല്ലെങ്കിൽ നിത്യതയിൽ പോകുമെന്ന് ഒരു ഉറപ്പ് നിനക്കുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അപ്പോൾ പറഞ്ഞു, എന്തുറപ്പ്? എടാ, നീ അങ്ങനെയൊന്നും പറയല്ലേ, ഞങ്ങളുടെ അച്ഛൻ പറഞ്ഞേക്കണ എന്താണെന്നറിയാവോ, അങ്ങനെ പോകുമോ എന്ന് സംശയിക്കുന്നത് പോലും പരിശുദ്ധാത്മാവിനെതിരായ പാപമാണ്. അതുകൊണ്ട് ഞങ്ങൾ അതിനെക്കുറിച്ച് സംശയിക്കത്ത് പോലുമില്ല. ഇപ്പോഴത്തെ ഒരു ഉപദേശമാണ്. ഇത് വ്യാജമായിട്ട് അപ്പം ചിന്തിച്ചു, കരുതുന്ന സ്റ്റോപ്പ് ചെയ്യുക. അപ്പം അങ്ങനെ ചിന്തിക്കാൻ പോലും ഒക്കാത്തതുപോലെ ഉപദേശം കൊടുക്കുക. രക്ഷിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരാള് കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ ചർച്ചിലുണ്ടായി. ഞാൻ ഈ ഭയങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ മരണഭീതി എന്ന വിഷയത്തെ പറ്റി പറഞ്ഞു. അപ്പം ആ ആളെ കൈപൊക്കിട്ട് പറഞ്ഞു, എനിക്ക് മരണത്തെ ഭയമില്ല. ഞാൻ പരസ്യമായിട്ട് തന്നെ ചോദിച്ചു, ശരി, മരിക്കാൻ ഭയമില്ല എന്ന് താങ്കൾ പറയുന്നു, ശരി തന്നെ. പക്ഷേ ഞങ്ങൾക്ക് മരണത്തെ ഭയമില്ലാതിരിക്കാൻ ഒരു കാരണമുണ്ട്. മരിച്ചാൽ ഞങ്ങൾ എവിടെ പോകും എന്ന ഉറപ്പുണ്ട്, അതുകൊണ്ട്. പക്ഷേ താങ്കൾക്ക് ആ ഉറപ്പുണ്ടോ? പറഞ്ഞ അതൊന്നും അറിയത്തില്ല. അപ്പം ഈ വിശ്വാസത്തിന് പുറത്തുള്ളവരുണ്ട് ചിലര് മരണത്തെ ഭയമില്ലാത്തവരെന്ന് പറഞ്ഞാൽ അതിൽ ചിലര് ജീവിതം നരകിച്ചു പോയവരാ. എങ്ങനെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാൽ മതി ജീവിതത്തിൽ നിന്ന്. ആത്മഹത്യ ചെയ്യാനുള്ള ധൈര്യം ഒട്ടില്ലതാനും. അതുകൊണ്ട് എങ്ങനെങ്കിലും ഒന്ന് ചത്തു കിട്ടിയാൽ മതി എന്നും പറഞ്ഞിരിക്കുക. അങ്ങനെയുള്ളവർക്ക് മരണം അഭികാമ്യമാവും. ഇതിനുശേഷം എന്താണെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ, ബോധ്യമില്ല. വേറെ ചിലരുണ്ട് അങ്ങ് സ്വർഗത്തിൽ പോകുമെന്ന് കരുതിയിരിക്കുക. അവർ ക്രിസ്ത്യാനികളാണ്, മാമോദിസ വെള്ളം വീണവരാണ് എന്ന് കരുതി. ശരിയായ ബോധം അവർക്കില്ല.
അതിനെപ്പറ്റി ചിന്തിക്കാൻ പോലും പിശാച് അവരെ അനുവദിക്കാറില്ല എന്നുള്ളതാണ് സത്യം. അപ്പം ഈ വ്യാജമതം, വെളിപ്പാട് 17 കാണുന്ന വ്യാജമതത്തെ കുറിച്ച് ഒരു എഴുത്തുകാരൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ദിസ് ഹാർലറ്റ് ചർച്ച് വിൽ പ്രോബബ്ലി ബി composed of apostate masses from Protestantism, Catholicism, Judaism, and every other major religions. It is entirely possible that the World Council of Churches, WCC, World Council of Churches, will spearhead this latter-day ungodly union. ഇന്ന് ലോക ക്രൈസ്തവ മതത്തിന്റെ കൗൺസിലുകളുണ്ട്, വേൾഡ് ക്രിസ്ത്യൻ കൗൺസിൽ. She may be instrumental to make this vast union of apostate masses consisting of Protestantism. ഇവിടെ പറഞ്ഞിട്ടില്ലാത്ത ഒരെണ്ണം കൂടെ ഞാൻ കൂട്ടിച്ചേർക്കുന്നു: പെന്റിക്കോസ്റ്റാലിസം. റോമൻ കാത്തോലിസിസം മാത്രമല്ല, പ്രൊട്ടസ്റ്റാന്റിസം മാത്രമല്ല, ജൂഡായിസം മാത്രമല്ല, നമ്മളിപ്പോൾ ചിന്തിച്ചതുപോലെ വെറും വൈകാരികതയ്ക്കും ഭൗതികതയ്ക്കും പ്രാധാന്യം കൊടുക്കുന്ന പെന്തക്കോസ്തുകാരും ഇതിനകത്തുണ്ടായിരിക്കും. കൂടാതെ മറ്റെല്ലാ ലോക മതങ്ങളും ഉണ്ടായിരിക്കും. അവയെ എല്ലാവും കൂടെ കൂട്ടിച്ചേർക്കുവാൻ ഒരുപക്ഷെ ഉപയോഗികമാകുന്ന ഒരു ബോഡിയാകാം, ഒരു കൂട്ടമാകാം, ഒരു സംഘമാകാം, ഒരു സംഘടനയാകാം WCC, വേൾഡ് ക്രിസ്ത്യൻ കൗൺസിൽ. സത്യദൈവസഭയെ ഇങ്ങനെ ഉള്ളവരുമായി നാം കൂടിക്കുഴഞ്ഞ് നമ്മുടെ നിത്യത നഷ്ടപ്പെടുത്താതെ, എതിർ ക്രിസ്തുവിന്റെ കാന്തയായി നാം തീരാതെ, നമുക്ക് വേണ്ടി ചങ്കിലെ അവസാന തുള്ളി ചോര വരെ ഊറ്റിത്തന്ന് നമ്മെ തനിക്ക് വേണ്ടി തന്റെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങിയ ക്രിസ്തു എന്ന ഏക പുരുഷനോടുള്ള നിർമ്മലതയിലും ഭക്തിയിലും ജീവിപ്പാൻ, ഏകാഗ്രതയിൽ കഴിയുവാൻ ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സ്തോത്രം. കേൾക്കാൻ സുഖമുള്ള പലതിൻ്റെയും പുറകെ പോകരുത് കേട്ടോ. നമുക്ക് വില കൊടുക്കേണ്ടി വന്നാലും സത്യത്തിനായി നിലനിൽക്കുക. അടയാളങ്ങളെന്നും അത്ഭുതങ്ങളെന്നും ദൈവശക്തി എന്നും ഒക്കെ പേര് പറഞ്ഞ് പലരും നമ്മെ വഞ്ചിച്ചേക്കാം. പോകരുത്. ശക്തി പ്രസംഗം കേൾക്കുമ്പോൾ അല്പം വൈകാരികമായി ശരീരം അനക്കുന്നതല്ല, ശബ്ദമല്പം ഉച്ചത്തിൽ വയ്ക്കുന്നതല്ല, രണ്ട് അന്യഭാഷ കൂടുതൽ പറയുന്നതിലല്ല ദൈവശക്തി. അതിന് ആന്തരികമായ ഒരു ശക്തിയുണ്ട്. ആ ആന്തരിക ശക്തി ദൈവഭക്തിയുടെയും പരിശുദ്ധാത്മ ശക്തിയുടെയും ഇന്റേണൽ പവർ, സ്റ്റാമിന, ആന്തരിക ശക്തി എന്ന് പറയുന്നത് നമ്മെ ദൈവത്തോട് അഭേദ്യമായ രീതിയിൽ ബന്ധിപ്പിക്കുന്നതാണ്. നമ്മെ എല്ലായ്പ്പോഴും ദൈവത്തെക്കുറിച്ചുള്ള ബോധത്തിലേക്ക് നടത്തുന്നതാണ്. നിത്യതയെക്കുറിച്ചുള്ള വാഞ്ച, അതിദാഹം നമ്മിൽ ജനിപ്പിക്കുന്നതാണ്. ക്രിസ്തുവിനെ പോലെ ആകുവാൻ എപ്പോഴും നമ്മെ പ്രേരിപ്പിക്കുന്നതാണ്. ദൈവഭക്തിയുടെ ശക്തി എന്ന് പറയുന്നത്
യേശുക്രിസ്തുവിന്റെ സ്വഭാവം നമ്മിലേക്ക് അനുദിനം പകരുന്നതാണ്. സ്തോത്രം. എന്നാൽ ഇന്ന് ദൈവശക്തിയുടെ മൊത്ത വ്യാപാരക്കാരെന്ന നിലയിൽ സ്റ്റേജുകളിൽ നിൽക്കുന്നവരെ നോക്കിക്കോ. അവർ സ്റ്റേജുകളിൽ നിന്നുകൊണ്ട് തന്നെ അവരെ വാഴ്ത്താത്തവർക്കെതിരെ ശാപവാക്കുകൾ പറയുന്നതും ദേഷ്യപ്പെടുന്നതും ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് ഇത് ആത്മാവേതാണെന്ന്. അതുകൊണ്ട് ജാഗ്രതയിൽ. സ്തോത്രം. ഇത്രയും കാര്യങ്ങൾ വ്യക്തമാണോ? എങ്കിൽ ഇനി നമുക്ക് നോക്കാനായിട്ടുള്ളത്, ദിസ് ഹാർലറ്റ് ഈസ് വ്യൂഡ് പ്രൊഫറ്റിക്കലി. പ്രവചനപരമായി ഈ സ്ത്രീയെ, ഈ വേശ്യയെ നമുക്കൊന്ന് കാണണം. അതിലേക്ക് പോകുന്നതിന് മുമ്പ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു വെച്ചത് ഒന്ന് പൂർത്തീകരിക്കാം. അതായത് ഈ വ്യാജ മതത്തെ തിരിച്ചറിയാനുള്ള 3 ലക്ഷണങ്ങൾ നമ്മൾ കണ്ടല്ലോ. ഒരു ലക്ഷണവും കൂടെ ഏറ്റവും ഒടുവിൽ നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചു നിർത്തിയതും പറഞ്ഞു നിർത്തിയതും ഒരുപക്ഷെ നിങ്ങൾക്ക് ഓർമ്മ കാണും. റെവലേഷൻ 17 വേഴ്സ് 6, 17-ന്റെ 6-ാമത്തെ വാക്യം. വിശുദ്ധന്മാരുടെ രക്തവും യേശുവിന്റെ സാക്ഷികളുടെ രക്തവും കുടിച്ച് സ്ത്രീ മത്തയായിരിക്കുന്നു ഞാൻ കണ്ടു. അവളെ കണ്ടിട്ട് അത്യന്തം ആശ്ചര്യപ്പെട്ടു. ഈ വ്യാജമതം ഏതാണ് എന്നതിന് 4-ാമത്തെ തെളിവ്. 3 തെളിവുകൾ ഇന്ന് തുടക്കത്തിലെ ഞാൻ പറഞ്ഞിരുന്നു. 7 മലകളിൽ സ്ഥിതി ചെയ്യുന്ന പട്ടണം. തമ്മൂസ് എന്ന കുട്ടി ദൈവത്തെയും അതിന്റെ മാതാവിനെയും ആരാധിക്കുന്ന മതം. മിസ്റ്ററി, മാർമിക മതം എന്ന് അറിയപ്പെടുന്ന ധാരാളം കാര്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന മതം എന്നിങ്ങനെയുള്ള നിലകളിൽ നമ്മൾ പഠിച്ചു. ഈ വ്യാജമതം, ഈ ഫോൾസ് റിലീജിയനെ തിരിച്ചറിയാനുള്ള ഒരു 4-ാമത്തെ അടയാളം, അത് പറഞ്ഞാണ് നാം കഴിഞ്ഞ ക്ലാസ് നിർത്തിയത്. അത് ഈ 6-ാമത്തെ വാക്യം വായിച്ചുകൊണ്ടായിരുന്നു. അവിടെ പറയുന്നു, ഈ വ്യാജമതത്തെ തിരിച്ചറിയാൻ ഉള്ള മറ്റൊരു അടയാളമാണ് അവൾ എന്ത് ചെയ്തിരിക്കുന്നു? വിശുദ്ധന്മാരുടെയും പിന്നെ യേശുവിന്റെ ദാസന്മാരുടെയും രക്തം കുടിച്ച് മത്തയായിരിക്കും. എങ്ങനെ? This false religion, her identity is the severest persecutor of the saints of Jesus. യേശുവിന്റെ ദാസന്മാരുടെ, ദൈവത്തിന്റെ വിശുദ്ധന്മാരുടെ രക്തം ഏറ്റവും കൂടുതൽ ചൊരിയിച്ചിട്ടുള്ള മതമേത്? നഗരമേത്? അല്ലെങ്കിൽ സാമ്രാജ്യമേത്? രണ്ടിനും ഉത്തരം ഒന്ന് തന്നെയാണ്. The nation or the empire or the kingdom or the government that persecuted Christians with fierce persecutions and sufferings is the Roman Empire from the very first century AD.
ക്രൈസ്തവ സഭയെ ഏറ്റവും കൂടുതൽ ദാരുണമായി പീഡിപ്പിച്ചിട്ടുള്ള സാമ്രാജ്യം റോമാ സാമ്രാജ്യമാണ്, റോമൻ ഗവൺമെന്റ് ആണ്. ഈ 6-ാം വാക്യത്തിന്റെ ഉത്തരം അവിടെയുണ്ട്. 2, ക്രൈസ്തവ സഭയെ അതിദാരുണമായി പീഡിപ്പിച്ച മതമേതെന്ന് ചോദിച്ചാലും ഉത്തരം റോമൻ കത്തോലിക്ക സഭ എന്നുള്ളതാണ്. സ്തോത്രം. ഒരു എപ്പിസ്കോപ്പൽ ചർച്ചിലെ പട്ടക്കാരൻ എഴുതിയ ഒരു പുസ്തകത്തിൽ നിന്ന് ഞാനൊരു ഭാഗം വായിച്ചു കേൾപ്പിക്കാം. വിശുദ്ധന്മാരുടെയും വിശ്വസ്ത സാക്ഷികളുടെയും രക്തം കുടിച്ചു മത്തയായ സ്ത്രീ ക്രിസ്ത്യാനികളുടെ മേൽ റോമാ സാമ്രാജ്യം അഴിച്ചുവിട്ട പീഡനം യോഹന്നാൻ ഇവിടെ വർണ്ണിക്കുകയാണ്. നിയമസംരക്ഷണത്തിന് ശിക്ഷ നടപ്പാക്കുക എന്ന ലക്ഷ്യത്തെ കവിഞ്ഞ് ക്രിസ്ത്യാനികളെ അങ്ങേയറ്റം പീഡിപ്പിച്ച് രസിക്കുന്നതിൽ റോമ ഗവൺമെന്റ് ഉത്സുകനായി കാണപ്പെട്ടത് കൊണ്ടാണ് വിശുദ്ധന്മാരുടെ രക്തം കുടിച്ച് മതിക്കുന്ന സ്ത്രീയോട് അതിനെ ഉപമിച്ചിരിക്കുന്നത്. അപ്പം നിയമലംഘകരെ ശിക്ഷിക്കുക എന്നത് ഒരു സാമ്രാജ്യത്തിന്റെ, ഒരു ഗവൺമെന്റിന്റെ കടമയാണ്. അതിൽ തെറ്റില്ല. പക്ഷേ നിയമലംഘനം നടത്തിയതിനല്ല റോമാ ഗവൺമെന്റ് ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചത്. അങ്ങനെയായിരുന്നെങ്കിൽ അത് പീഡയായി കാണാൻ പറ്റില്ലായിരുന്നു. പ്രത്യേകിച്ച് നമുക്കറിയാം, ഏതാണ്ട് ഒരു തരം മാനസിക രോഗിയായിരുന്ന നീറോ ചക്രവർത്തിയാണ് ക്രൈസ്തവ പീഡയ്ക്ക് ഉദ്ഘാടനം നിർവഹിച്ചത്. സൈക്കോ നീറോ എന്ന അയാളെ വിളിക്കാറുള്ളത്. ഒടുവിൽ ആത്മഹത്യ ചെയ്തതു ആ മനുഷ്യൻ. റോമാ നഗരത്തെ പുതുക്കിപ്പണിയണമെന്ന ആഗ്രഹത്തോടെ, റീഡെവലപ്മെന്റ് നടത്തണമെന്ന ആഗ്രഹത്തോടെ റോമാ നഗരത്തിന് തീയിട്ട ദുഷ്ടനായ മനുഷ്യനാണ് അയാൾ. തനിക്കെതിരായി ജനം തിരിഞ്ഞപ്പോൾ അയാൾ അതിനെ ക്രൈസ്തവരിലേക്ക് തിരിച്ചുവിട്ടു. ക്രിസ്ത്യാനികളാണ് റോമാ നഗരത്തിന് തീയിട്ടതെന്ന്. അങ്ങനെയാണ് പൗലോസും പത്രോസും ഉൾപ്പെടെ അപ്പോസ്തലന്മാരെ വധിച്ചതും രക്തസാക്ഷികളാക്കിയതും ക്രൈസ്തവ പീഡ ആരംഭിച്ചതും. It was in AD 64. 64-ലാണ്, AD 64-ലാണ് റോമാ നഗരത്തിന് നീറോ ചക്രവർത്തി തീവെച്ചത്. എന്നിട്ട് അതിന്റെ കുറ്റം ക്രിസ്ത്യാനികളുടെ മേൽ ആരോപിച്ചു. അതിനെ സംബന്ധിച്ച് റോമാ ഗവൺമെന്റ് ക്രിസ്ത്യാനികളുടെ മേൽ നടത്തിയ പീഡകളെ കുറിച്ച് ടാസിറ്റസ് എന്ന് പറയുന്ന ഒരു അക്രൈസ്തവ എഴുത്തുകാരൻ, എ നോൺ ക്രിസ്ത്യൻ റൈറ്റർ, റാദർ ആൻ അൺക്രിസ്ത്യൻ റൈറ്റർ, ഒരു ക്രിസ്തു വിരോധിയായിരുന്ന മനുഷ്യനാണ് ടാസിറ്റസ്. അയാൾ എഴുതിയ സാഹിത്യ ശകലങ്ങളിൽ നിന്ന് ഈ അച്ഛൻ എടുത്തുദ്ധരിക്കുന്ന കാര്യം ഞാൻ വായിച്ചു വിടട്ടെ. സകല മാനുഷിക യത്നങ്ങളും നീറോ ചക്രവർത്തിയുടെ കയ്യാളിയ ദാനങ്ങളും ദേവപ്രസാദ കർമ്മങ്ങളും യാതൊന്നും തന്നെ നീറോയുടെ കാപട്യത്തെ മറച്ചുവെക്കാൻ മതിയായതല്ല. ഈ ടാസിറ്റസ് പറയുകയാണ്, നീറോ ചക്രവർത്തി നടത്തിയ എന്തെല്ലാം ദാനങ്ങളും ദൈവാരാധനകളും യാഗങ്ങളും നടത്തിയാലും അയാളുടെ ക്രൂരതകൾക്ക് പരിഹാരമുണ്ടാവില്ല. അതുകൊണ്ട് ക്രിസ്ത്യാനികളെ കുറ്റക്കാരായി പഴിചാരി നീചമായ രീതിയിൽ പീഡിപ്പിച്ചു. ക്രിസ്ത്യാനി എന്ന പേരിന്റെ ഉത്ഭവ പുരുഷനായ ക്രിസ്തു തിബരിയാസ് കൈസറുടെ കീഴിൽ
പൊന്തിയോസ് പീലാത്തോസിനാൽ പീഡിപ്പിക്കപ്പെടുകയും ക്രൂശിക്കപ്പെടുകയും ചെയ്തിരുന്നു. ടാസിറ്റസ് പറയുന്നതാ, ക്രിസ്ത്യാനി അല്ലാത്തയാളാ. എങ്കിലും ആ പ്രസ്ഥാനത്തെ അധിക നാൾ ഒതുക്കി നിർത്തുവാൻ കഴിഞ്ഞില്ല. അത് ഉത്ഭവസ്ഥാനമായ യഹൂദയിൽ നിന്നും പൊട്ടിപ്പുറപ്പെട്ട് ലോകത്തിലെ സകല തിന്മകളും തടിച്ചുകൂടി പൊതുജനപ്രീതി കണ്ടെത്തുന്ന റോമയിലേക്ക് വ്യാപിക്കുകയാണുണ്ടായത്. യേശുക്രിസ്തു ക്രിസ്ത്യാനികളുടെ നേതാവ് പൊന്തിയോസ് പീലാത്തോസിന്റെ നാളിൽ യേശുവിനെ ക്രൂശിച്ചു കൊന്നെങ്കിലും ക്രൈസ്തവ സഭയെ ഒതുക്കി നിർത്താൻ കഴിഞ്ഞില്ല. അത് യഹൂദയിൽ നിന്നും പൊട്ടിപ്പുറപ്പെട്ട് പാപത്തിന്റെ തലസ്ഥാനമായി അറിയപ്പെട്ടിരുന്ന റോമയിലേക്കും വന്നു. സഭ വളർന്നു. കുറ്റം സമ്മതിച്ചവരെ ആദ്യം അറസ്റ്റ് ചെയ്യുകയും അവരുടെ ആളുകളെ കൂടെ പിന്നീട് അറസ്റ്റ് ചെയ്യുകയും പീഡിപ്പിക്കുകയും ചെയ്തു. നീറോയുടെ കാര്യമാണ്. അവരെ എങ്ങനെയൊക്കെ ചെയ്തു എന്നാണ് പറയുന്നത്. അവരെ മൃഗങ്ങളുടെ തോലിൽ പൊതിഞ്ഞ് നായ്ക്കൾക്ക് കടിച്ചു കീറുന്നതിനായി ഇട്ടുകൊടുത്തു. ക്രിസ്ത്യാനികളെ റോമക്കാർ പീഡിപ്പിച്ച രീതിയാ. മൃഗങ്ങളുടെ പച്ചത്തുകലിൽ മനുഷ്യരെ ജീവനോടെ വെച്ച് തുന്നിക്കെട്ടും. എന്നിട്ട് വെയിലത്ത് ഇടും. വെയിലത്ത് കിടന്ന് ഈ പച്ച സ്കിൻ, മൃഗത്തിന്റെ സ്കിൻ അതിങ്ങനെ ചുരുങ്ങുമ്പോൾ അകത്ത് ഈ മനുഷ്യരുടെ അസ്ഥി പൊടിഞ്ഞ് തീരും. എന്നിട്ട് അവരെ നായ്ക്കൾക്ക്, പട്ടികൾക്ക് കടിച്ചു കീറാൻ വേണ്ടി ഇട്ട് കൊടുക്കും. ചിലരെ ക്രൂശിൽ തറയ്ക്കും. പത്രോസിനെയും അങ്ങനെയാണ്, തലകീഴായി ക്രൂശിൽ തറച്ചു കൊല്ലുകയായിരുന്നു. മറ്റു ചിലരെ അഗ്നിക്കിരയാക്കി രാത്രിയിൽ ദീപക്കാഴ്ചയായി ഉപയോഗിച്ചു. കൊളോസിയം, കൊലക്കളം, വലിയ സ്റ്റേഡിയങ്ങൾ, അവിടെ ഈ ചക്രവർത്തിമാരും കൂട്ടരും കൂടെ വന്നിരുന്ന്, ഇന്നത്തെ പോലെ സിനിമയൊന്നും ഇല്ലാത്ത കാലമല്ലേ, അവർക്ക് ആഹ്ലാദം വേണം. ഇലക്ട്രിസിറ്റി ഇല്ലാത്ത അന്ന് ക്രിസ്ത്യാനികളെ മെഴുകിൽ മുക്കിയ തുണി കൊണ്ട് പൊതിഞ്ഞ് ഈ സ്റ്റേഡിയത്തിന്റെ, കൊളോസിയത്തിന്റെ പല ഭാഗങ്ങളിൽ കെട്ടിവെച്ച് ആ തുണിയിൽ തീ കത്തിക്കും. ആ മെഴുക് പൊതിഞ്ഞ ഈ ക്രൈസ്തവർ അവിടെ നിന്ന് കത്തി കത്തി ഇഞ്ചിഞ്ചായി മരിക്കും. അവരുടെ ശരീരത്തെ കൊഴുപ്പും ഒക്കെ കൂടെ ചേർന്ന് കത്തി ഈ ദുഷ്ടന്മാരായ ചക്രവർത്തിമാർക്ക് രാത്രിയിൽ അവിടെ കൊളോസിയത്തിൽ പ്രകാശം കൊടുക്കുന്ന അഗ്നിത്തൂണുകളായി ക്രൈസ്തവർ മാറി. അങ്ങനെ അവരെ അഗ്നിക്കിരയാക്കി രാത്രിയിൽ ദീപക്കാഴ്ചയാക്കി. ഏറ്റവും നീചരായ അക്രമികളെ പോലും ദയ കാണിച്ച് വിട്ടയക്കുന്ന പാരമ്പര്യമുള്ള റോമാ ഭരണത്തിന്റെ കീഴിൽ ക്രിസ്ത്യാനികൾ ഇങ്ങനെ നിർദ്ദയം പീഡിപ്പിക്കപ്പെട്ടതാണ് ചരിത്രത്തിലെ ഐതിഹാസികമായ വിരോധാഭാസം. ദിസ് ഈസ് ദ പാരഡോക്സ് ഓഫ് or historical paradox, that these Romans were kind enough even to very cruel criminals to set them free from their punishments, capital punishments. But such Romans were so uncruel, they were so much cruel to these poor saints of Christianity. This is a historical paradox. ഒരു ചക്രവർത്തിയുടെ നിഷ്ഠൂരത നിമിത്തമാണ് ഐതിഹാസികമായ ഈ പീഡനം സംഭവിച്ചത് എന്നോർക്കണം. ഇത് റോമ സാമ്രാജ്യത്തിന്റെ കാര്യം.
റോമൻ ഗവൺമെന്റ് ക്രൈസ്തവരെ പീഡിപ്പിച്ചതായിരുന്നു ഇങ്ങനെ. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. റോമാ നഗരം വിശുദ്ധന്മാരുടെ രക്തം കുടിച്ച് മത്തയായിരിക്കുകയാണ്. ഇതുപോലെ തന്നെ റോമൻ കത്തോലിക്ക സഭയും യഥാർത്ഥ ക്രിസ്തു സഭയോട് ചെയ്തു. അത് ഇന്ന് വിവരിക്കുവാൻ നേരമില്ലാത്തത് കൊണ്ട് നാളത്തേക്കായി മാറ്റിവെക്കുന്നു, കർത്താവിന്റെ വരവ് താമസിച്ചാൽ. പ്രിയരെ, നമുക്കിന്ന് രാത്രിയിൽ നമ്മുടെ കർത്താവിന്റെ വചനത്തെ അനുസരിച്ചുകൊണ്ട് യഥാർത്ഥ ഭക്തരായി ദൈവത്തെ അനുസരിച്ച് ജീവിക്കുവാൻ നമ്മെ സമർപ്പിക്കാം. സ്തോത്രം. വ്യാജമതത്തിന്റെ പങ്കാളികളായി നാം തീരാതിരിപ്പാൻ നമ്മെ തന്നെ നമുക്ക് ഏൽപ്പിച്ച് തിരുസന്നിധിയിലായിരിക്കാം. കർത്താവിന്റെ വരവിനായിട്ട് ഒരുങ്ങാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.